ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസത്തിൽ നമുക്ക് കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരം തന്നതിന് പിതാവായ ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാൻ, ദൈവത്തോടൊപ്പം നടക്കുവാനും ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിനും കർത്താവിൻ്റെ ഒപ്പം നമുക്ക് യാത്ര ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. ഓരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശം മതി. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, സാമ്പത്തിക കൈമാറ്റം, സാമ്പത്തിക മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, ലോണിന് അപേക്ഷിച്ചിരിക്കുന്നത്, വസ്തു വാങ്ങുന്നത്, ആശുപത്രിയിൽ പോകുന്നത്, മക്കളുടെ പരീക്ഷയെക്കുറിച്ച്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും, അത് ദൈവത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക. ദൈവമേ, അതിലെല്ലാം അങ്ങയുടെ സാന്നിധ്യമുണ്ടായിരിക്കണം. സ്വർഗം അതിനു വേണ്ടതെല്ലാം ഒരുക്കിത്തരണം. അല്ലാതെ നാളെയെക്കുറിച്ചോ വരും ദിവസങ്ങളിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചോ നമ്മൾ ദൈവത്തെക്കൊണ്ട് പറഞ്ഞ് ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആയുസ്സിൻ്റെ ഒരു മുഴമേലും നിനക്ക് കൂട്ടുവാൻ സാധിക്കുമോ? നാളെ നമ്മൾ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇന്നത്തെ ദിവസം ദൈവത്തോടൊപ്പം ദൈവാനുഗ്രഹത്തിൽ നടക്കുവാൻ, ദൈവകരുണ ലഭിക്കുവാൻ നമ്മൾക്ക് ചോദിക്കാം. ഇന്ന് നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് നേടുവാൻ, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവമാണ് എനിക്ക് നടത്തിത്തന്നതെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ ഉള്ള കൃപ നമുക്ക് ലഭിക്കണം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും, എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.